ഹലോ ഡിയേഴ്സ്, നെക്സ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് സപ്ലൈ. നമ്മളിതുപോലെ തന്നെ ഡിമാൻഡിൻ്റെ കേസിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അഫക്റ്റ് ചെയ്യുന്ന ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ സപ്ലൈയുടെ കേസിലും അഫക്റ്റ് ചെയ്യുന്ന സപ്ലൈൻ്റെ ഇലാസ്റ്റിസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നത് നേച്ചർ ഓഫ് കമ്മോഡിറ്റി. ഇഫ് എ കമ്മോഡിറ്റി ഈസ് പെരിഷബിൾ ഇറ്റ്സ് സപ്ലൈ വിൽ ബി ഇൻഇലാസ്റ്റിക്. അതായത് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ആ നേച്ചർ ഓഫ് ഗുഡ്സ്, ആ ഗുഡ്സിൻ്റെ നേച്ചർ എന്താണോ അതിനനുസരിച്ചിട്ട് എന്ത് വരാം, ഇവിടെ ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പെരിഷബിൾ, അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഗുഡ്സുകളൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് സപ്ലൈ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. കാരണം എന്താണ് അവിടെ, ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് സപ്ലൈ കനോട്ട് ബി റേസ്ഡ് ഓർ റെഡ്യൂസ്ഡ് ബൈ എ റൈസ് ഓർ ഫാൾ ഇൻ ഇറ്റ്സ് പ്രൈസ്. അതായത് അതിൻ്റെ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല, അത്രമാത്രം സപ്ലൈ അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അത്തരം പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ്, നമുക്ക് ഒരുപാട് കാലമൊന്നും വെക്കാൻ കഴിയാത്ത ഗുഡ്സ്, അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് എന്താവും, ഇലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഓൺ ദി അതർ ഹാൻഡ് ദ സപ്ലൈ ഓഫ് എ ഡ്യൂറബിൾ കമ്മോഡിറ്റി ഈസ് ഇലാസ്റ്റിക്. ഡ്യൂറബിൾ കമ്മോഡിറ്റി ആണെങ്കിൽ, അതായത് ഇപ്പോൾ ടി വി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് ഒരുപാട് കാലം എടുത്തു പോകാൻ കഴിയുന്ന ഐറ്റംസ്. അപ്പോൾ അത്തരം ഗുഡ്സിൻ്റെ കേസിൽ എന്താണ് സപ്ലൈ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. ഒന്നാമത്തെ കേസിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കിയാൽ മതി, അത് പെരിഷബിൾ ഗുഡ്സ് ആണ്. രണ്ടാമത്തേത് ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കേസിൽ എന്താണ് അവിടെ ഇലാസ്റ്റിക് ആണ് വരുന്നത്. പെരിഷബിൾ ഗുഡ്സിൻ്റെ കേസിൽ വരുന്നത് സപ്ലൈ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക്. അപ്പോൾ ഈ ഒരു നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്നുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഡിമാൻഡിൻ്റെ കേസിലും ഈ ഒരു നേച്ചർ ഓഫ് കമ്മോഡിറ്റി എന്നുള്ളത് വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ നെക്സ്റ്റ് ഫാക്ടർ ആകുന്നു ടൈം. ഇവിടെ ദ ലോങ്ങർ ദ ടൈം പീരീഡ് ദ മോർ ഇലാസ്റ്റിക് വിൽ ബി ദ സപ്ലൈ. അതായത് സാധാരണയായിട്ട് ഷോർട്ട് റണ്ണും ലോങ് റണ്ണാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ലോങ് റൺ ടൈം പീരീഡിൽ, ഒരു വർഷത്തിലൊക്കെ കൂടുതലുള്ള ടൈം പീരീഡിൽ മോർ ഇലാസ്റ്റിക് വിൽ ബി ദ സപ്ലൈ എന്താവാം, മോർ ഇലാസ്റ്റിക് ആവും. ദ ഷോർട്ടർ ദ ടൈം പീരീഡ് ദ മോർ ഇൻഇലാസ്റ്റിക് വിൽ ബി ദ സപ്ലൈ. ഷോർട്ടർ പീരീഡിൽ എന്താണ് മോർ ഇൻഇലാസ്റ്റിക്. ഇങ്ങനെ പഠിച്ചു വെക്കുക, ലോങ് റണ്ണിൽ ഇലാസ്റ്റിക്, ഷോർട്ട് റണ്ണിൽ ഇൻഇലാസ്റ്റിക്, അങ്ങനെ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ലോങ് റണ്ണിൽ എന്താണ് ഇലാസ്റ്റിക് സപ്ലൈ, ഷോർട്ട് റണ്ണിൽ വരുന്നത് ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്നുള്ളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഒരു ഫാക്ടർ ആകുന്നു ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നിക്ക് എന്നുള്ളത്. ഇഫ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഇറ്റ്സ് സപ്ലൈ വിൽ ബി ഇൻഇലാസ്റ്റിക്. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ, അതായത് ടെക്നോളജീൻ്റെ കേസിൽ അവിടെ നല്ല സങ്കീർണമായിട്ടുള്ള ടെക്നോളജിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, എന്തിനു വേണ്ടിയിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് സങ്കീർണമായിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ സപ്ലൈ എന്ന് പറയുന്നത് എന്താവും, ഇൻഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. നിങ്ങളിത് പഠിച്ചു വെക്കുക, എന്താണ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻഇലാസ്റ്റിക് സപ്ലൈ ഉണ്ടാവും. അതുപോലെ തന്നെ ടെക്നിക് ഓഫ് പ്രൊഡക്ഷന് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ നോട്ട് യൂസ്ഡ്, എന്താണ് കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷനൊന്നും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ്സ് സപ്ലൈ വിൽ ബി റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. എന്താവും, അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. അപ്പം ആ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അത്രയേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ ആകുന്നു യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ആ ഒരു അവിടെ വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് എന്താവും, ഇൻഇലാസ്റ്റിക്. ആ ഒരു കമ്മോഡിറ്റിൻ്റെ പ്രൊഡക്ഷന് കോംപ്ലിക്കേറ്റഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും, അവിടെ ഇൻഇലാസ്റ്റിക് സപ്ലൈ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു കമ്മോഡിറ്റി ഇനി ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാതെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു പോയിൻ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക, ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത്. അതുപോലെ നെക്സ്റ്റ് ഒരു ഫാക്ടർ ആകുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇവിടെ ഈ
the per unit cost of production increases at a faster rate than the rise in price, the supply will be inelastic. അതായത് ഈ ഒരു കേസിൽ പറയുന്നത് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെ ഫാസ്റ്റർ റേറ്റിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ എന്തായിരിക്കും അവിടെ ഇൻഇലാസ്റ്റിക്, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ആകുന്നു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത് എങ്കിൽ എന്ത് വരും അവിടെ ഇൻഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ് വെരി സ്ലോലി സപ്ലൈ വിൽ ബി ഇലാസ്റ്റിക്. അതായത് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് കമ്മോഡിറ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ഇൻക്രീസ് ചെയ്യുകയാണ്, എങ്ങനെ സ്ലോലി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സപ്ലൈ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് ഒരു ഫാക്ടറാകുന്നു പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്റ്റേഷൻസ്. അതായത് ആ ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനിയിലുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലുള്ള കമ്മോഡിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് ആര് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ്, ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന പേഴ്സൺസ്. അപ്പോൾ ആ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യും. അതായത് അവർ പ്രതീക്ഷിക്കുകയാണെന്ത് റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ കമ്മോഡിറ്റിയുടെ വില കൂടുമെന്നുള്ളത് അല്ലെങ്കിൽ പ്രൈസ് കൂടുമെന്നുള്ളത് അവർ എക്സ്പെക്റ്റ് ചെയ്യാണ്. എന്നിട്ട് ദേ വിൽ കട്ട് ഡൗൺ ദ പ്രസൻറ്റ് സപ്ലൈ. അപ്പോൾ അവരെന്ത് ചെയ്യും, അങ്ങനെ ഭാവിയിൽ വില കൂടുമെന്ന് കണ്ടുകൊണ്ട് എന്ത് ചെയ്യും, അവരിപ്പോഴത്തെ സപ്ലൈയുടെ നിരക്ക് എന്ത് ചെയ്യും, അവർ ആ ഗുഡ്സൊന്നും അവർ വിൽക്കില്ല, അതെന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്ത് വെക്കും, സപ്ലൈ വിൽക്കില്ല, ഗുഡ്സ് എന്ത് ചെയ്യില്ല വിൽക്കില്ല. അപ്പോൾ അവിടെ അവരെന്ത് ചെയ്യും, ഇപ്പോഴത്തെ സപ്ലൈ കുറക്കും. അതിൻ്റെ കാരണമായിട്ട് കൊണ്ട് എന്ത് വരും, ആസ് എ റിസൾട്ട് ദ സപ്ലൈ ബിക്കംസ് ഇൻഇലാസ്റ്റിക്, സപ്ലൈ എന്താവും ഇൻഇലാസ്റ്റിക് ആവും. ഇനി മറ്റു കേസിൽ അവരെന്ത് ചെയ്യാണ്, ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അവർ ഇപ്പോഴത്തെ സപ്ലൈ എന്ത് ചെയ്യും, ഇൻക്രീസും ചെയ്യിക്കും. അപ്പോൾ ആ സമയത്ത് എന്താവും, സപ്ലൈ ഇലാസ്റ്റിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയാകുന്നു പ്രധാനമായിട്ടും ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്റ്റേഷൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു ഫാക്ടർ ആകുന്നു സ്റ്റേജ് ഓഫ് ലോ ഓഫ് റിട്ടേൺ. ഇവിടെ ഇഫ് ദ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ഈസ് അപ്ലൈഡ് ഇൻ ആൻ ഇൻഡസ്ട്രി ഇസ് സപ്ലൈ വിൽ ബി ഇൻഇലാസ്റ്റിക്. അതായത് ലാൻഡ് ലേബർ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പ്രൊഡക്ഷൻ്റെ കേസിൽ വരുന്നതാണ് ഈ ഒരു ലോ ഓഫ് റിട്ടേൺസ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഇൻപുട്ടായിട്ടുള്ള നമുക്കറിയാം ലേബർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ക്യാപിറ്റലൊക്കെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ആയിട്ടുള്ള ലേബർ അതുപോലെ തന്നെ ക്യാപിറ്റലിലൊക്കെ ഇൻക്രീസ് ചെയ്യിച്ചുകൊണ്ട് എന്താ ചെയ്യുക, അവിടെ പ്രൊഡക്ഷന് കൂട്ടുവാണെങ്കിൽ ആ ഒരു കേസിലൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, ഈ ഒരു ലോ ഓഫ് റിട്ടേൺസിൽ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയാനുണ്ട്, ആ സമയത്ത് പറയും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലോ ഓഫ് റിട്ടേൺസിൻ്റെ സ്റ്റേജസ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ആണെങ്കിൽ അവിടെ എന്താവും, സപ്ലൈ ഇൻഇലാസ്റ്റിക് ആവും. അതുപോലെ തന്നെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആണെങ്കിൽ അവിടെ സപ്ലൈ എന്ന് പറയുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് ആവും. അതുപോലെ ലോ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ് ആണെങ്കിൽ അവിടെ സപ്ലൈ എന്ന് പറയുന്നത് ഹൈലി ഇലാസ്റ്റിക് ആവും. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാകുന്നു പ്രധാനമായിട്ടും വരുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്നുള്ളത് വരുന്നത്. ഒന്നാമത് പറഞ്ഞത് നേച്ചർ ഓഫ് കമ്മോഡിറ്റി, സെക്കൻഡ് ടൈം, തേർഡ് പറഞ്ഞത് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ഫോർത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫിഫ്ത്ത് പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്റ്റേഷൻ, സിക്സ്ത്ത് ലാസ്റ്റ് പറഞ്ഞത് സ്റ്റേജ് ഓഫ് ലോ ഓഫ് റിട്ടേൺസ്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള ഈ ഒരു ചാപ്റ്ററോട് അവസാനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ലപോലെ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക, ഒരു തവണയെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കുക എല്ലാവരും.